ഇപ്പോൾ കേരളക്കരയെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ സുംബ ഡാൻസ് വിവാദം അല്ലെ. വിദ്യാർത്ഥികളിൽ ശാരീരിക ക്ഷമതയും മാനസികാരോഗ്യവും ഉറപ്പാക്കാനായിരുന്നു സ്കൂളുകളിൽ സുംബ ഡാൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരുന്നത്. സുംബ ഡാൻസ് പോലെ വേറെയും ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ തീരുമാനത്തെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് പേർ അന്ന് മുന്നോട്ട് വരികയും ചെയ്തു. എന്നാൽ സ്കൂളുകളുടെ പ്രവർത്തനം ആരംഭിച്ച് ഈ പറയുന്ന സുംബ ഡാൻസ് ഒക്കെ കുട്ടികളുടെ ശാരീരിക ക്ഷമതയും മാനസികാരോഗ്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ നടപ്പിലാക്കിയത് മുതൽ ചിലരൊക്കെ അസ്വസ്ഥരായി തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. സ്കൂളുകൾ എന്നാൽ തങ്ങളെ കെട്ടിയിട്ട് വളർത്തുന്ന ഒരിടമല്ല, അല്ലെങ്കിൽ വളരെ സൗഹൃദപരമായ ഒരു ആയാസം നിറഞ്ഞ അന്തരീക്ഷം നമ്മുടെ മക്കൾക്ക് നൽകാൻ നമുക്ക് സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നു അത്. പക്ഷെ എല്ലാ കാര്യത്തിലും വിമർശകർ ഉയരുന്ന പോലെ ഈ വിഷയത്തിലും എത്തി അത്തരം ആളുകളുടെ കണ്ണുകൾ. സ്കൂളുകളിൽ സൂംബ ഡാൻസ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത യുവജന വിഭാഗമാണ് മുന്നോട്ട് വന്നത്. സൂംബ പോലുള്ള നൃത്ത പരിപാടികൾ ധാർമ്മികത ക്ഷതമേൽപ്പിക്കുമെന്നും രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ ഉന്നതമായി ചിന്തിക്കണമെന്നുമായിരുന്നു സമസ്ത നേതാവ് അബ്ദുൽ സമദ് പൂക്കാട്ടൂർ അഭിപ്രായപ്പെട്ടത്. ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നായിരുന്നു MSFന്റെ പ്രതികരണം. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സൂംബ ഡാൻസ് എന്നും ചിലർ വാദിച്ചു. എന്നാൽ സ്കൂളുകളിൽ സൂംബ ഡാൻസ് പാടില്ലെന്ന സമസ്തയുടെ നിലപാട് അപഹാസ്യമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു SFI മുന്നോട്ട് വന്നത്. സ്കൂളുകളിലെ സൂംബ ഏതെങ്കിലും മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും വിദ്യാഭ്യാസ സംഘടനകൾ ഇത്തരം തെറ്റായ നിലപാടുകളിൽ നിന്ന് പിന്മാറണമെന്നും SFI ആവശ്യപ്പെടുകയും ചെയ്തു. സൂംബയിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടത്തുന്നതിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ചോദിച്ചത്. സൂംബ നടപ്പാക്കാൻ കൂടിയാലോചനയുടെ ആവശ്യം എന്താണ്? ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സൂംബ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സൂംബ എന്നത് തങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തിനും നന്മയ്ക്കും വേണ്ടിയാണെന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമാണ്. എന്നാൽ അവിടെയും രാഷ്ട്രീയം കലർത്താതെ അന്തിച്ചർച്ച നടത്താതെ ചിലർക്കൊന്നും സമാധാനം വരില്ല എന്നതാണ് സത്യം. സ്കൂളുകളിൽ സൂംബ നൃത്തം നടപ്പാക്കുന്നത് തുഗ്ലക് പരിഷ്കാരമാകുമെന്നായിരുന്നു കാന്തപുരം വിഭാഗം SYS ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ വാദം. ലഹരിയിൽ നിന്ന് കുട്ടികളുടെ ശ്രദ്ധ മാറ്റാൻ ഈ തുള്ളിച്ചാട്ടത്തിന് സാധിക്കണമെന്നതിന് ശാസ്ത്രീയമായ ഒരു പഠനവും നടന്നിട്ടില്ല. ഇത്തരം കളികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടക്കുന്നതോടെ പഠനത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുകയും കലാലയങ്ങൾ വെറും നൃത്തശാലകളായി മാറുകയും ചെയ്യുമെന്നായിരുന്നു റഹ്മത്തുള്ള സഖാഫി പറഞ്ഞത്. വഴിവിട്ട ബന്ധങ്ങൾക്കും അതുവഴി ലഹരിയുടെ വ്യാപനത്തിനുമാകും ഇത്തരം പരിഷ്കാരങ്ങൾ കാരണമാവുക. ഇത്തരം തലതിരിഞ്ഞ പരിഷ്കാരങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണം. സ്ത്രീ പുരുഷ വിവേചനം ഒഴിവാക്കാൻ ക്ലാസ് റൂമിൽ ഇടകലർന്നിരിക്കണമെന്ന് പറഞ്ഞതിന്റെ മറ്റൊരു പതിപ്പാണ് പുതിയ പരിഷ്കാരമെന്നും റഹ്മത്തുള്ള സഖാഫി പറയുകയുണ്ടായി. എന്നാൽ ഇതിനോട് ശക്തമായി പ്രതികരിച്ചുകൊണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നത്. സ്കൂളുകളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണെന്നും കുട്ടികൾ യൂണിഫോമിലാണ് നൃത്തം ചെയ്യുകയെന്നതും അല്പവസ്ത്രം ധരിക്കാൻ അവരെ ആരും നിർബന്ധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായി പങ്കെടുക്കണമെന്നും രക്ഷിതാക്കൾക്ക് അതിൽ ചോയ്സ് ഇല്ലെന്നും കോൺട്രാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകർക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ സാംസ്കാരിക ജനാധിപത്യ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. കേരളം പോലുള്ള ഒരുമയോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മാത്രമേ ഉത്തേജനം നൽകുകയുള്ളൂ. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും പോസിറ്റീവ് ചിന്തയും വളർത്താൻ സഹായിക്കും. ഇത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. കേരളത്തിലെ 14,000-ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ 90% വിദ്യാലയങ്ങളിലും ഈ സൂംബ അടക്കമുള്ള കായിക ഇനങ്ങളുടെ റിഹേഴ്സലും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യ വിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠന ബോധന സാമഗ്രികൾ ഉൾപ്പെടെ തയ്യാറാക്കി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. കായിക വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യ പരിപാലനം എന്ന ബൃഹത്തായ പദ്ധതിയാണ് കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ടൈം ടേബിൾ പ്രകാരം ആരോഗ്യ കായിക വിനിമയം ഫലപ്രദമായി നടന്നുവരുന്നുണ്ട്. സ്ഥിരമായി കുട്ടികൾ കായിക പ്രവർത്തനങ്ങളിലും വ്യായാമത്തിലും ഏർപ്പെടുന്ന ശരീരപേശികൾക്ക് ശക്തി കൂടുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ശരീരഭാരം നിയന്ത്രിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ ഉള്ള കേരളത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യം സർക്കാർ നൽകി വരുന്നുണ്ട്. രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും മാനസികമായി സമ്മർദ്ദങ്ങൾ കുറക്കാനും ഉത്കണ്ഠ ഒഴിവാക്കാനും സന്തോഷം വർദ്ധിപ്പിക്കുവാനുമാണ് ഇത്തരം വ്യായാമങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂട്ടായിക കായിക പ്രവർത്തനങ്ങൾ സഹപാഠികളെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുകയും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ.
കഴിഞ്ഞ ദിവസം കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ലീഗ് സുന്നി അനുകൂല നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സൂംബ ഡാൻസ് എന്നും വലിയ കുട്ടികൾ പോലും ഇങ്ങനെ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണെന്നും SYS നേതാവ് നാസർ ഫൈസി കൂടത്തായി പറയുന്നു. വിദ്യാർത്ഥികളിൽ ശാരീരിക ക്ഷമതയും മാനസികാരോഗ്യവും ഉറപ്പാക്കാനായിരുന്നു സ്കൂളുകളിൽ സൂംബ ഡാൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഴുവൻ കുട്ടികളെയും സ്കൂളുകളിൽ സൂംബ ഡാൻസ് ചെയ്യിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സൂംബ ഡാൻസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതും. ഇനി മറ്റൊരു രസകരമായ കാര്യം പറയുകയാണെങ്കിൽ ഈ സൂംബ ഡാൻസ് പിറന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. വ്യായാമം ചെയ്യുക എന്നത് നമുക്കൊക്കെ മടിയുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആസ്വദിച്ച് ഡാൻസ് ചെയ്ത് ശാരീരികവും മാനസികവുമായ ഉണർവ് നേടുന്ന വ്യായാമ രീതിയാണ് സൂംബ ഡാൻസ്. പാട്ടിനനുസൃതമായി ലളിതമായ ഫിറ്റ്നസ് മൂവ്മെന്റുകൾ ചെയ്യുന്നതാണ് സൂംബയുടെ രീതി. ഫാസ്റ്റ് മൂവ്മെന്റുകൾ ആയതിനാൽ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണിത്. കാർഡിയോ ലെവൽ മെച്ചപ്പെടുത്താൻ സൂംബ ഡാൻസ് സഹായിക്കും. 1990കളിൽ കൊളംബിയയിലാണ് സൂംബ ജനിക്കുന്നത്. അതാകട്ടെ തീർത്തും അപ്രതീക്ഷിതമായ സാഹചര്യത്തിലും. കൊളംബിയയിലെ എറോബിക്സ് ഇൻസ്ട്രക്ടറും നർത്തകരും നൃത്ത സംവിധായകനുമായ ബെറ്റോ പെരേസ് ഒരു ദിവസം പതിവ് പരിശീലനത്തിനിടെ സ്റ്റെപ്പുകൾ മറന്നുപോയി. തുടർന്ന് പെട്ടെന്ന് അദ്ദേഹം തട്ടിക്കൂട്ടിയ ചില ചുവടുകളാണ് പിന്നീട് സൂംബയായി പരിണമിച്ചത്. പെരേസ് ക്ലാസ്സിൽ ലാറ്റിൻ നൃത്ത സംഗീതത്തിന്റെ കാസറ്റ് ടേപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ശേഷം സംഗീതവും നൃത്തവും ക്ലാസുകളിലേക്ക് സംയോജിപ്പിക്കാൻ ആരംഭിച്ചു. ഈ പുതിയ അഭ്യാസത്തെ റംബാസൈസ് എന്നാണ് പെരേസ് വിളിച്ചത്. 2001 പെരേസ് സൂംബ ഡാൻസ് വീഡിയോ സീരീസുകൾ പുറത്തിറക്കി. ക്യൂബൻ സംഗീത വിഭാഗമായ റുംബ എന്ന വാക്കിനോട് സാമ്യപ്പെടുത്തിയാണ് സൂംബ എന്ന പേര് നൽകിയത്. പെരേസും ബിസിനസ് പങ്കാളിയും റുംബയിലെ ആദ്യ അക്ഷരം പലതവണ മാറ്റി നോക്കിയ ശേഷമാണ് സൂംബയിലെത്തിയത്. പെരേസിന്റെ കുഞ്ഞുനാളിലെ ഒരു ഫാന്റസി കാരണമാണ് സൂംബയിലെ S എന്ന അക്ഷരം മാറ്റി പകരം Z ആക്കിയത്. കാലക്രമേണ സൂംബ ഒരു വിനോദ കായിക രീതിയായി ലോകമെങ്ങും വ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ ഒരു വിവാദത്തിനുള്ള വഴിയാണെന്ന് മനസ്സിലായില്ലേ? ന്യൂസ് ഡെസ്ക് IBN മലയാളം.